2 കാറ്റഗറി ചെയ്ത് 6200 രൂപയാണ് കിട്ടിയതായി ഒരു ചുളുക്ക മെഡല്. സത്യം ഈ ഒരു ചൂക്ക മെഡലിന് വേണ്ടിയിട്ടാണോ നമ്മുടെ നാട്ടിലെ പയ്യന്മാർ ബോഡി ബിൽഡിങ് ചെയ്യുന്നത്? എത്ര വർഷത്തെ ഹാർഡ് വർക്കാണ് അതിനകത്ത്. അതിനുവേണ്ട റെപ്യൂട്ടേഷൻ നമ്മുടെ ഈ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾ പുറത്തുള്ള ബോഡി ബിൽഡിങ് നോക്കാം, അവർ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ട്. ആ മോട്ടിവേഷനിലാണ് ഇവിടെ പല പയ്യന്മാരും ചെറുപ്പത്തിലെ സ്റ്റെറോയിഡും കാര്യങ്ങളും ഇഞ്ചെക്ട് ചെയ്ത് ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അതിന് വേണ്ട റിസൾട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടൊരു പൈസയും കിട്ടുന്നുണ്ടോ? നമുക്കിതിനെ മൂന്നായിട്ട് തരംതിരിക്കാം. പൈസയുടെ സൈഡിൽ നിന്ന് നോക്കാം. എത്ര രൂപയുടെ എക്സ്പെൻസ് ആണ് ഈ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺസ് തിരിച്ച് കിട്ടുന്നുണ്ടോ? അതില്ല. ഒരു വേണ്ട അംഗീകാരം കിട്ടുന്നുണ്ടോ? അതില്ല. ഒരു നല്ല ജോലി കിട്ടുന്നുണ്ടോ ഇതുകൊണ്ട്? അതുമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ ഗുണം? എന്തുമാത്രം ടൈമാണ് ഇതിൻ്റെ പുറകെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ? ഡയറ്റ്, ന്യൂട്രീഷൻ നോക്കി ഡോക്ടറിനെ കണ്ട് ഇനി ഇതിന് പുറമെ എന്തെല്ലാം അസുഖങ്ങളാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്? സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്ന സൈഡിൽ ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ വളരെയധികം ആലോചിച്ചിട്ട് വേണം നമ്മുടെ പുതിയ തലമുറ ഇറങ്ങാൻ. നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജിമ്മിൽ പോകുന്നതിന് തെറ്റില്ല, ജിമ്മിൽ പോകണം. അപ്പോൾ ഈ ഒരു ബോഡി ബിൽഡിംഗ് സെഗ്മെൻറ്റിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ വളരെയധികം ആലോചിച്ചിട്ട് വേണം നമ്മുടെ പുതിയ തലമുറ ഇതിലേക്ക് പോകാൻ. വർഷങ്ങളായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം യാതൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന 25,000 രൂപ. അത് അവൻ്റെ ഒരു മാസം ഡയറ്റിന് വേണ്ടിയിട്ട് പോകുന്ന പൈസയാണ് 25,000 രൂപ. അത് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുത്തിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഇതിലൊക്കെ എന്ന് ചേഞ്ചസ് ഉണ്ടാവുമോ അന്ന് മുതൽ നിങ്ങൾ ബോഡി ബിൽഡിംഗ് ഇറങ്ങുക. അല്ലാതെ ഇന്ത്യക്കകത്ത് നിന്ന് ബോഡി ബിൽഡിംഗ് ചെയ്തിട്ട് യാതൊരു കാര്യം